കല്യാണം കഴിഞ്ഞ് പറഞ്ഞില്ലേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് നിന്ന് അതെന്താ സംഭവം? എന്തൊക്കെയാ നാട്ടിൽ പോയാ ചെയ്യുന്നത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ജനല് തുറന്ന് കുളിച്ചും കാണും. ഇതെന്തും അറിയുമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് അതാണ് കോമഡി. ജനല് തുറന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. ചിരി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചിരിയാ ഇത്? ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും. വല്ലാത്തൊരു കോമഡിയാണ്. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ കുളക്കടവിൽ പോയി കുളിക്കുന്നത് കാണുന്നതും പിന്നെ ഒളിഞ്ഞു നിന്ന് കുളിച്ചും കാണുന്നതും ഇതൊക്കെ കോമഡി ആയിട്ടുള്ള കാര്യമാണ്. ഫണ്ണിയാണ്, ഭയങ്കര ഫണ്ണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാ അങ്ങനെയൊക്കെ ചെയ്തത്? ചേച്ചിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടിയിരിക്കുകയാണ്. എത്രാമത്തെ വയസ്സിലാണ് കണ്ടത്, എങ്ങനെയാണ് കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, എല്ലാം അറിയണം. എന്ത് വഴിയാണ് കണ്ടത്? ടെലസ്കോപ്പ് ഇട്ടാണോ അതോ മൊബൈലിലെ ക്യാമറ എടുത്തിട്ടാണോ? എന്ത് ചെയ്തിട്ടാണ് കണ്ടതെന്നും കൂടി അറിയണം. അതായത് എനിക്ക് ബുദ്ധി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, ധൈര്യം പറയാ, ഒരു ക്യൂരിയോസിറ്റി. അവന് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ബോധവും വിവരവും അവന് ഇല്ല. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര, കാണാനുള്ള ഒരു ത്വര പ്ലസ് ചോദിക്കാനുള്ള ത്വര, കാണാനുള്ള ഒരു ത്വര, ഇത് രണ്ടും ഉണ്ട് കേട്ടാ. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ചുരുക്കം പറഞ്ഞ കഴപ്പൻ. ഇവനൊക്കെ ആരാന്ന് പോലും അറിയാൻ വയ്യ. അവനേക്ക് പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. അതും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ +2 ഒക്കെ കഴിഞ്ഞ ഡയറക്റ്റ് ഇപ്പൊ ഇന്റർവ്യൂവിന് ആൾക്കാർ എടുക്കുന്നുണ്ടോ? അല്ല, എനിക്കറിയാൻ വയ്യ, അതുകൊണ്ട് ചോദിച്ചാണ്.